എന്നേക്ക് പോയി പോകാൻ ഞാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. സാഗറിനറിയാം അതൊക്കെ. അച്ഛാ, അച്ഛന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വരട്ടെ, കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ആരോഗ്യമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് ഞങ്ങൾ തന്നെ അമ്മയോട് സംസാരിക്കാം. അത് മതി. നിങ്ങളൊരു ഉറപ്പ് തന്നാൽ മതി. ഡിവോഴ്സ് വാങ്ങിത്തരുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ മാത്രം മതി. എനിക്ക് സന്തോഷമായി മോനെ. അച്ഛനെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ എന്തായാലും അമ്മയോട് പറയാം. ശക്തമായിട്ട് തന്നെ പറയാം. ഇപ്പൊ തന്നെ അത് പറഞ്ഞേക്കാം. അച്ഛൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ വാ. ഹലോ, നീ ഫോണിൽ എന്തെങ്കിലും ലൈവ് കണ്ടിരുന്നു? എന്ത് ലൈവ്? ആശുപത്രിയിൽ നിന്നും കോളനിയിൽ വന്നു. ഇവിടെ ഒരു ആഘോഷമായിരുന്നു, വിവാഹ വാർഷികാഘോഷം. വിവാഹ വാർഷിക ആഘോഷോ? അതെ, അവളാ സംഘടിപ്പിച്ചത്. സുധാമണി മനഃപൂർവ്വ. സുധാമണി അവളെ നേരത്തെ തന്നെ കൊല്ലണമായിരുന്നു. ഏട്ടാ, നമ്മൾ കരുതലോട് തന്നെ ഇരിക്കണം. അവള് പത്രത്തിൽ പരസ്യം കൊടുത്തു, ആശുപത്രിയിൽ കേക്ക് മുറിച്ചു, ഇപ്പൊ കോളനിയിലും ആഘോഷിച്ചു. അവൾ ആരാണെന്ന് വെച്ചാ ഈ ഷോയൊക്കെ ചെയ്യുന്നേ? ഒരു സുധാമണി. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? ഏട്ടാ, ഞാൻ കോളനിയിൽ അവളുടെ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. കത്തിയോ തോക്കോ ഒന്ന് കരുതാം. അവളെ അവിടെ കസേരയിൽ പിടിച്ചിരുത്തി വിവാഹമോചനം ഒപ്പിട്ട് വാങ്ങാം. എന്തു പറയുന്നു? കുറച്ചു ദിവസം മുൻപാ നീ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷേ ഇപ്പൊ പഴയ സുധാമണിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഏതായാലും തൽക്കാലം അവളുമായി നേരിട്ട് മുട്ടണ്ട. വരട്ടെ, ചില വഴികളൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണാൻ കാത്തിരിക്കുക. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഡിവോഴ്സ് ഒപ്പിട്ട് വാങ്ങണം. ശരിയെന്നാ. രേണുക പറഞ്ഞ പോലെ അവൾ സുധാമണിയെ ഒന്ന് കാണുന്നത് നല്ലതാണോ? വേണ്ട. എന്തായാലും സുധാമണിയെ ഒതുക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങണം, അല്ലെങ്കിൽ അവളെ തീർക്കണം. മന്ത്രിയുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ല? ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. അമ്മ ഞങ്ങളെ എന്താ കളിയാക്കുവാണോ? കളിയാക്കേ? ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ കളിയാക്കലാവാ? ആശുപത്രി വെച്ചുള്ള കേക്ക് മുറിക്കൽ, ഇപ്പൊ ഇവിടെ മാലയിടലും മധുരം വിളമ്പലും. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തർത്ഥം? ഞങ്ങളുടെ വിവാഹ വാർഷികം ഞങ്ങൾ ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. അച്ഛനെ ഇൻസൾട്ട് ചെയ്തതല്ലേ? അച്ഛൻ ആകെ വിഷമത്തില. ആണോ? അച്ചോടാ, അച്ഛന് ഫീൽ ചെയ്തോ? അച്ഛൻ കരുതുന്നത് അപർണ അമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നാ. ഇത് ബോറാവുന്നുണ്ട്. ഇത് ബോറാകോ? എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും അല്ല ബോറാകല്. ബോറാകാൻ കേട്ടക്കുന്നതേ ഉള്ളൂ. ഓ, അത് ശരി. നിങ്ങൾ അച്ഛന്റെ ഗുണ്ടകളായിട്ട് വന്നിരിക്കുകയാണോ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇങ്ങനെ സംസാരിക്കുന്നത്? മക്കളെ, അമ്മ എങ്ങനെ സംസാരിക്കുന്നു എന്ന് അമ്മ തീരുമാനിക്കും. അമ്മ അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാലേ നിങ്ങൾക്കൊക്കെ ചോദിക്കാൻ അർഹതയുള്ളൂ. എന്തായാലും അച്ഛന് വിഷമാവുന്നൊന്നും ഇനി വേണ്ട. ഓ, അടിയൻ തമ്പുരാട്ടി പറയുന്നത് അനുസരിച്ചോളാമേ. അമ്മേ പ്ലീസ്, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെയൊന്നും പെരുമാറാതിരിക്കും. അടിപൊളി, നീ തന്നെ അത് പറയണം.
പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഓട്ടിച്ചു വിട്ട ആളാ ഈ ഉപദേശിക്കാൻ വരുന്നത്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ബാലോട്ടൻ പറഞ്ഞത്. എല്ലാരും പോയി പണി നോക്കിനടാ. സാഗറിനോടും മീനാക്ഷിയോടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്വന്തം കാര്യം നോക്കിയാ മതിയെന്ന്. എന്നെ ഉപദേശിക്കാൻ വരണ്ടാന്ന്. അല്ല, നിങ്ങളൊക്കെ ആരാ എന്നെ ഉപദേശിക്കാൻ? നിങ്ങളെ പറഞ്ഞേച്ചില്ലേ ആ മഹാനോട് പറ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ. ദൂത് പറയാൻ വന്നിരിക്കുന്നു. സാഗറ്, മീനാക്ഷി, ബാലു, എഴുതി വെച്ചോ. ഞാനാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ചതിയും കള്ളത്തരം കൊണ്ട് ഒരാള് നിങ്ങളെ പറ്റിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം വരും. വരും, ആ ദിവസം വരും. അത് കാണാൻ ഉറപ്പായിട്ടും ഞാനുണ്ടാവും. ബാക്കി നമുക്ക് അന്ന് സംസാരിക്കാം. അതുവരെ സുധാമണി കാണേണ്ടവരെ കാണുകയും പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും. ചെയ്തു കൊണ്ടേയിരിക്കും. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ മെയിൽ ചെയ്യാം. ആ അതെ, ഓക്കെ. സിയോടൊന്ന് നാളെ വരാൻ പറയൂ. $50 അതിൽ താഴെയുള്ള ഒരു എമൗണ്ടും പറയണ്ട. 50 ഓക്കെ ആണെങ്കിൽ ഡീൽ ഉറപ്പിക്കാം. ആ ശരി, ഞാൻ പറയാം. യെസ്. നമസ്കാരം. മാഡത്തിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഫ്രാഞ്ചൈസിയുടെ കാര്യത്തിനാണെങ്കിൽ മാനേജറിനെ കണ്ടാ മതിയല്ലോ. ഞാൻ മാഡത്തെ വ്യക്തിപരമായിട്ട് കാണാൻ വന്നതാ. ഓ, സംഭാവനയായിരിക്കും. ഈ സംഭാവനക്കാരെ കൊണ്ട് തോറ്റു. പ്രളയത്തിൽ വീട് പോയി, കിടക്കാൻ കൂരയില്ല, സംഭാവനയ്ക്കാണെങ്കിൽ നിക്കണമെന്നില്ല. എടോ, എന്തിനാ വരുന്നവരും പോകുന്നവരെയൊക്കെ ഇങ്ങോട്ട് അയക്കുന്നേ? എന്റെ അനുവാദം വാങ്ങാതെ ഇനി ഒരാളെ ഇങ്ങോട്ട് അയക്കരുത്. അയ്യോ മാഡം, ഞാൻ സംഭാവനയ്ക്കൊന്നും വന്നതല്ല. പിന്നെ ഈ കമ്പനിയുമായിട്ട് എനിക്ക് വളരെ കടപ്പാടുണ്ട്. അതിന്റെ ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യായിരുന്നോ? അയ്യോ, ഇപ്പോഴും ഇവിടെ തന്നെയാ മാഡം ജോലി ചെയ്യുന്നത്. അതാരാ? ഈ ഓഫീസിലാണോ? അതോ കൊച്ചി, മുംബൈ അവിടെ എവിടെയെങ്കിലും ആണോ? അല്ല, കുറച്ചു ദിവസമായി ഒരവധിയിലാ. ആശുപത്രിയില് ചെറിയ ചികിത്സയൊക്കെ ആയിരുന്നു. ഇപ്പൊ വീട്ടിൽ വന്നു. ഓ, ആണോ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ വന്ന് ഓഫീസിൽ എല്ലാവർക്കും മധുരം കൊടുക്കണമെന്ന്. ഇതാ മാഡത്തിനൊരു ചോക്ലേറ്റ്. ഇത് ഓഫീസിലൊക്കെ ഒന്ന് വിതരണം ചെയ്യണം മാഡം. ഓ ഷോ. താങ്ക് യു. അല്ല, ഭർത്താവ് ആരെന്നാ പറഞ്ഞത്? പേരെന്താ? എനിക്ക് പേഴ്സണലായിട്ട് അറിയാമോ ആ സ്റ്റാഫിനെ? കൊള്ളാം, മാഡത്തിന് അറിയാവുന്നോ? മാഡത്തിനെ പോലെ ആർക്കും എന്റെ ഭർത്താവിനെ അറിയില്ല. എനിക്ക് പോലും അറിയില്ലായിരുന്നു മാഡത്തിന്റെ അത്ര. പക്ഷെ ഇപ്പൊ അറിഞ്ഞു തുടങ്ങി കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അല്ല, എന്താ ഭർത്താവിന്റെ പേര്? കൃഷ്ണമൂർത്തി. എന്റെ ഭർത്താവിന്റെ പേര് കൃഷ്ണമൂർത്തി. KG ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD. ഇനി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സുധാമണി. സുധാമണി കൃഷ്ണമൂർത്തി. അല്ലല്ല, കൃഷ്ണമൂർത്തി കൂടെയില്ലാത്ത സുധാമണി. ബഹളമൊന്നും വേണ്ട. കത്തി ഷോയ്ക്ക് വേണ്ടി കയ്യിലെടുത്തതല്ല, വേണ്ടി വന്ന കേട്ടാനും കൂടി ഉദ്ദേശിച്ച. ഇനി വലിച്ചെറിഞ്ഞില്ലേ ചോക്ലേറ്റ്, അതങ്ങെടുക്ക്.
എടുക്കാൻ. ഇനി അത് കഴിക്കാനാ പറഞ്ഞ. സംസാരിച്ച് കഴിയുന്നത് വരെ സന്ദർശകരെ വേണ്ടാന്ന് വിളിച്ചു പറ. വിസിറ്റേഴ്സ് വേണ്ടാന്ന് മാത്രം. അതും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തോളണം. വല്ല സൂചനയും കൊടുക്കാൻ തുടങ്ങിയ മാഡം ഞാൻ കത്തിക്കേറ്റും. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അപ്പോ മൂർത്തിയേട്ടനെ വേണ്ടാന്ന് പറഞ്ഞതോ? എനിക്ക് മൂർത്തിയെ വേണ്ട. എന്നാ ഡൈവേഴ്സ് തന്നൂടെ? അത് തരൂല. ഡൈവേഴ്സ് ഞാൻ തരുവേയില്ല. സുധാമണിക്ക് മൂർത്തിയേട്ടനെ വേണ്ടാന്ന് പറയുന്നു, എന്നാൽ വിവാഹമോചനം തരില്ലെന്ന് പറയുന്നു. അതെന്താ സുധാമണി? ചുമ്മാ ഒരു രസം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമില്ലേ, അതൊന്നും അറിയാൻ വേണ്ടിയാ. സുധാമണി, ഒരു ആവേശം കൊണ്ട് എന്തും പറയാന്ന് കരുതരുത്. ഭീഷണിയാണോ? അറിയാം. നിങ്ങൾ വിചാരിച്ചാ എന്തും ചെയ്യാൻ പറ്റും എനിക്കറിയാം. എന്റെ ഭർത്താവ് കൃഷ്ണമൂർത്തി എന്നെ കൊല്ലാൻ ആദ്യം ആളെ അയച്ചു. എന്നിട്ട് എന്തായിന്നൊന്ന് ചോദിച്ചു നോക്കണം. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കുമല്ലോ അത് പ്ലാൻ ചെയ്ത്. മാഡം വിചാരിക്കുന്നുണ്ടാവും പെണ്ണല്ലേ, പെണ്ണൊരുമ്പെട്ട പെണ്ണോളം അല്ലേ. ആ ചൊല്ല് പഴകിപ്പോയി ചേച്ചി. ഇപ്പൊ ചൊല്ല് വേറെയാ. പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടുക്കില്ല. ഞാനേ ഒരുമ്പെട്ട് തന്നെ ഇറങ്ങിയിരിക്കുക. പൊളിച്ചടുക്കും ഞാൻ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ, നിങ്ങളുടെ ചതിയെ, വഞ്ചനെ, കുടുംബത്തെ. അങ്ങനെ എല്ലാത്തിനെയും ഞാൻ പൊളിച്ചടുക്കും. സുധാമണി, മിണ്ടി പോരുത്. മിണ്ടിപ്പോയ തീർത്തോളയും ഞാൻ. നീയും നിന്റെ ഭർത്താവും ചേർന്ന് എന്റെ ജീവിതം തകർത്തു. എന്റെ മക്കളെ എന്നിൽ നിന്നും അകറ്റി. എന്റെ ചെറിയ ബിസിനസ്, എന്റെ ജീവിതമാർഗം അതും നശിപ്പിച്ചു കളഞ്ഞു. സമാധാനം കളഞ്ഞു. എന്നിട്ട് വിവാഹമോചനം നേടാൻ വേണ്ടി ഒരു കഴിവിട്ട കളിയും. അയാളുടെ അസുഖം തീർക്കാൻ എന്റെ മോനെ ബലിയാടാക്കി. പാവസാഗരം അച്ഛനെ ദൈവമായിട്ട് കണ്ടു നടക്കുക. ഇങ്ങനൊരു ചതിയനാണ് അയാളെന്ന് എന്റെ മക്കൾ അറിയുന്നൊരു ദിവസം വരും. അന്നത്തോടെ അയാൾ തീർന്നു. നീ അയാളുമായി ബന്ധം ഉണ്ടാക്കിയപ്പോ നിനക്കറിയായിരുന്നു അയാൾക്കൊരു ഭാര്യയുണ്ടെന്ന്? ഞാനാണെന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നീ മുന്നോട്ട് പോയത്. ന്യായം മുഴുവൻ എന്റെ ഭാഗത്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഹലോ ബ്രോ, 1 കോപ്പ്. അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാ, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പോക്ക. ബ്രോ, പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ടേ, ഒന്നിങ്ങോട്ടേക്ക് വരാൻ പറയോ? ആരാ കൂടെയുള്ളത്? അതോ,
അതിനിടയ്ക്ക് അങ്ങനെ പേടിച്ചു പോയോ? മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലിക്കാനും പേടിയില്ലാത്ത ആളാ. ഇങ്ങനെ പേടിച്ചാലോ? പുറത്ത് കാത്തു നിൽക്കുന്നത് എന്റെ ശക്തിയും എന്റെ ബലവുമാ. എന്നെ പോലെ വേറൊരു പെൺശക്തി, എന്റെ മകൾ അപർണ എന്ന അപ്പു. എന്താ മോളെ പുറത്ത് നിൽക്കുമായിരുന്നോ? ഇതെന്റെ ഭർത്താവിന്റെ ഓഫീസല്ലേ? എന്റെ ഭർത്താവ് എന്ന് വെച്ചാ മോളുടെ ആരാ? അമ്മാവൻ. കറക്റ്റ്, ഫാദർ ഇൻ ലോ. സ്വന്തം ഓഫീസിൽ വന്നിട്ടാണോ ഇങ്ങനെ പുറത്ത് നിന്ന് കളഞ്ഞത്? മോളൊന്നും ഇങ്ങോട്ടിരുന്നേ. മോക്ക് കുടിക്കാൻ കോഫിയാണോ ചായയാണോ? വേണ്ടമ്മേ, ഞാൻ കരിക്കേ കുടിക്കൂ. അത് ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു. ഓ ഷോ, ഞാനതങ്ങ് മറന്നുപോയി. ആ അമ്മേ, വെഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ചു എന്നറിഞ്ഞു. അതെ മോളെ, പൊളിച്ചടുക്കി. ആശുപത്രിയില് ഞങ്ങള് കേക്ക് മുറിച്ചു. കോളനിക്കാർ ഞങ്ങൾക്ക് മാലയിട്ടു. മൊത്തം ആഘോഷമായി. ഓ പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ അമ്മേ, മേഡം ആംഗ്രി ബേബി ആയി. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പരിഹസിക്കാന്ന് മനസ്സിലായി. അയ്യോ, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. നമ്മള് ബുദ്ധിമുട്ടി പരിഹസിച്ചിട്ട് അത് മനസ്സിലാകൂലേന്നായിരുന്നു എന്റെ പേടി. എന്തായാലും മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് വിജയിച്ചു. സുധാമണിക്ക് എന്നോടുള്ള ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാ ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചത്. പക്ഷെ കൂടുതൽ വേണ്ട. ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ നിങ്ങൾ ഇവിടെ വന്നിരുന്ന ആളാകുന്നത്. കത്തിയെടുത്ത് കാണിച്ചപ്പോ ഞാനൊന്ന് പതറി. പക്ഷേ അത് കാണിച്ച് ഇനി എന്നെ വരട്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കത്തിക്ക് പകരം തോക്കായാലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചിയെപ്പോലൊരു ഭൂലോക ഉടായിപ്പിനെ വെല്ലുവിളിക്കാൻ വരുമ്പോ വെറും കത്തി കൊണ്ട് മാത്രം വരുന്നു വിചാരിച്ചോ? കളിത്തോക്കല്ല, ഒറിജിനൽ ഐറ്റോ. വലിക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട. നീയും അല്ലല്ല, ചേച്ചിയും മോളും കൂടെ കൃഷ്ണമൂർത്തിയെ കാണാൻ കോളനിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ? വന്നിട്ടുണ്ട്. ആ തോക്കൊന്ന് മാറ്റ്. അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായല്ലോ. മോള് പറഞ്ഞത് സത്യമാണെന്ന് അന്ന് ഗണേശൻ തന്നെ പറഞ്ഞല്ലോ മോളെ. ആ ചേച്ചി, ഒരു സംശയം കൂടി. ഇത് കളിത്തോക്കാണോ അല്ലയോന്ന് പരീക്ഷിക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട. അപ്പൊ വേണ്ട. അപ്പൊ മോളെ, അപ്പൊ ഭീഷണിപ്പെടുത്തൽ ഒന്നാം ദിവസം വലിയ വിജയമായി. എന്നാ നമുക്ക് ഇറങ്ങാമേ. ചേച്ചിക്ക് ഒരാഴ്ചത്തേക്ക് പേടിക്കാനുള്ളതായിട്ടുണ്ട്. വാ മോളെ, നമുക്കിറങ്ങാം. ഒരു മിനിറ്റ് മോളെ. നിനക്കും മൂർത്തിക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രിയാ വരാൻ പോകുന്നത്. ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ സ്വത്തുക്കള് ഞങ്ങൾ തകർത്തിരിക്കും. അയാള് ആ കൃഷ്ണമൂർത്തിയെ എന്റെ മോളുടെ കഴുത്തിന് പിടിച്ചു കൊല്ലാൻ നോക്കി. അതിന് ഞാൻ പകരം ചോദിക്കും. അയാൾ എന്റെ അമ്മയെ കൊല്ലാൻ ആളെ വിട്ടു. അതിന് ഞാനും പകരം ചോദിക്കും. ചുരുക്കി പറഞ്ഞ ഒരു വരവ് കൂടി വരേണ്ടി വരും. നടക്കും മോളെ.